ഹലോ ഗൈസ്, അപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പോവാന്നും പറഞ്ഞ വണ്ടി എടുത്ത് പോയൊരു ട്രിപ്പാട്ടോ നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. എന്തായാലും വൺ ഡേ ട്രിപ്പാണെങ്കിലും മാൻഡേറ്ററി ആയിട്ട് എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ ആദ്യമേ തന്നെ മാക്സി കയറി ഞാൻ പർച്ചേസ് ചെയ്തു. എന്തായാലും നമ്മുടെ ട്രിപ്പ് മാമലക്കണ്ടത്തേക്കായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്കൂള് ഹൈലൈറ്റ് ചെയ്ത് കാണാനായിട്ട് അധികം തോന്നിയില്ല. എന്തായാലും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് കുറേ കുപ്പിയും കോലൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്ത് നമ്മൾ സ്ഥലത്തെത്തി. ബഡ്ജറ്റ് റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ സെറ്റ് ചെയ്തത്. അവിടുത്തെ മഡ് സ്റ്റേ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ടെൻ്റൊക്കെ കെട്ടി സഞ്ചരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്തായാലും വണ്ടിയിൽ ടെൻ്റ് എപ്പോഴും ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ സേഫ് ആയിരുന്നു. എന്തായാലും നല്ല മഴക്കാലമായിരുന്നു. മഴ പോയി വെയിൽ വന്നു, ഇങ്ങനെ നടക്കുമായിരുന്നു. എന്തായാലും ഈ ബോഡി ചത്തട്ടില്ല കേട്ടോ, ഇതിന് ജീവനുണ്ട്, ഇത് ഞാനാണ്. ഇതിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം കേട്ടോ. നീന്തൽ അറിയാൻ പാടില്ലെങ്കിലും എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കും അറിയാൻ പാടില്ല. എന്തായാലും നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലേക്ക് പോയി. അവിടെ പോയിട്ട് നൈസായിട്ട് ടെൻ്റൊക്കെ സെറ്റ് ചെയ്തു. അപ്പോഴേക്കും നല്ല മഴ പെയ്തു. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം നേരെ നമ്മൾ ബഡ്ജീസ് റിസോർട്ടിലേക്ക് നമ്മൾ വന്നു. അതിനുശേഷം ആസ് പെർ യൂഷ്വൽ നമ്മുടെ തുള്ളലും ചാട്ടവും എല്ലാം കഴിഞ്ഞ് നമ്മൾ ക്ഷീണിതനായി. എന്തായാലും എല്ലാത്തിനും അടിച്ചു പൊളിക്കാനായിട്ട് എൻ്റെ കൂടെ ഈ കുരുത്തം കെട്ട സാധനം എൻ്റെ ചേട്ടൻ ഉള്ളതുകൊണ്ട് സംഭവം അടിപൊളിയാണ്, കളറാക്കി. എന്തായാലും ക്ഷീണിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്തത് ഒരു ഉപ്പ് സോഡ വെച്ചിട്ടായിരുന്നു. അതിനുശേഷം നേരെ ഒരു ടെമ്പിൾ വിസിറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ നല്ലൊരു ആറുണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ നല്ല രസമായിരുന്നു. അതിനുശേഷം ഞാൻ കാട്ടിൽ നിന്ന് പൊട്ടിച്ചൊരു സാധനം കഴിച്ചു. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ മോഹൻലാലിൻ്റെ കണ്ണ് പോണ പോലെ പോകുമെന്നൊക്കെ ഞാൻ പേടിച്ചു. പക്ഷെ അതിനുശേഷം ഈസ് ഇറ്റ് എഡിബിൾ എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴായിരുന്നു അത് ജമൻ ഫ്രൂട്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ ഫേസ് വാഷൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ലൈഫിൽ ആദ്യമായിട്ട് കഴിക്കാൻ പറ്റി. എന്നിട്ട് അതിനുശേഷം കാട് കാണാൻ വേണ്ടിയിട്ട് രാത്രി ഓരോരോ വിഷമം മൂത്ത് നേരെ കാട്ടിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ആനേനെ പ്രതീക്ഷിച്ച് പോയ നമ്മൾ കണ്ടത് ഒരു 7 ആന ഒരുമിച്ച് ഇങ്ങനെ നിൽക്കണതായിരുന്നു. പിന്നെ കൂടുതൽ റിസ്ക് എടുക്കാണ്ട് നേരെ വീട്ടിലേക്ക് പോന്നു.